മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ദിവസേന കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റാനുള്ള സൂചനകൾ ശക്തമാവുകയാണ്, അല്ലെങ്കിൽ മാറുകയാണ്. ആ സൂചനകളാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ഇതുവരെ വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും കേന്ദ്രീകരിച്ചിരുന്ന സംഘർഷം നിലവിൽ കരയുദ്ധത്തിലേക്ക്, നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കും നീങ്ങാനിടയുണ്ട് എന്ന പൊതുവെ ആശങ്ക ഉയരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ സൈന്യത്തിന്റെ അതിവേഗ പ്രതികരണ സേനയായ 82ാമത് എയർബോൺ ഡിവിഷനിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് പാരാ ട്രൂപ്പർമാർ പശ്ചിമേഷ്യയിലേക്ക് എത്തിത്തുടങ്ങിയത്. ഇതിനു മറുപടിയായാണ് ഇറാൻ ശക്തമായ സന്ദേശങ്ങളുമായി എത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ നീക്കം സാധാരണ സൈനിക വിന്യാസം എന്നതിലുപരി ഒരു വലിയ തന്ത്രപരമായ മുന്നൊരുക്കമായാണ് വിലയിരുത്തുന്നത്. അതായത് നോർത്ത് കരോലിനിലെ ഫോർട്ട് ബ്രാഗ് ആസ്ഥാനമായുള്ള 82ാമത് എയർബോൺ ഡിവിഷനിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വിന്യസിക്കാവുന്ന സേനകളിൽ ഒന്നാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യുദ്ധഭൂമിയിൽ എത്താൻ കഴിയുന്ന ഈ സേനയുടെ സാന്നിധ്യം ഒരു സാധാരണ പ്രതിരോധ നീക്കം മാത്രമല്ല, മറിച്ച് അടിയന്തര കരയുദ്ധ സാധ്യതയേക്കാൾ തയ്യാറെടുപ്പാണ് സൂചിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ, അതായത് ഇതിനകം തന്നെ ഏകദേശം 2500 മറൈനുകൾ ഉൾപ്പെടെ നാവികസേന, സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റുകൾ, ലോജിസ്റ്റിക് സപ്പോർട്ട് സംഘങ്ങൾ എന്നിവയും മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് ഇറാൻ അതിന്റെ ശക്തമായ മറുപടി പ്രചാരണത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഇറാനിയൻ സർക്കാർ ബന്ധമുള്ള മാധ്യമമായ പ്രസ് ടിവി പുറത്തുവിട്ട വീഡിയോയിൽ അവരുടെ എലൈറ്റ് കമാൻഡർ സേനയെ യുദ്ധസജ്ജരായി പ്രദർശിപ്പിക്കുകയും അടുത്തു വരൂ എന്ന തുറന്ന വെല്ലുവിളിയുമായി അമേരിക്കയെ നേരിടാൻ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ ഒരു സാധാരണ സൈനിക പ്രദർശനം മാത്രമല്ല, അതൊരു മാനസിക യുദ്ധത്തിന്റെ ഭാഗം കൂടിയാണ്. ശത്രുവിനെ ഭയപ്പെടുത്തുകയും സ്വന്തം ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യാനുള്ള ശ്രമമാണ് ഇതിലൂടെ കാണുന്നത്. ഈ സന്ദേശത്തിന്റെ സമയം പ്രത്യേക ശ്രദ്ധേയമാണ്. അമേരിക്ക ഇപ്പോഴും ഔദ്യോഗികമായി കരയിലൂടെയുള്ള ആക്രമണം തീരുമാനിച്ചിട്ടില്ല എങ്കിലും സൈനിക സജ്ജീകരണത്തിന്റെ വേഗതയും വ്യാപ്തിയും കണ്ടാൽ ഭാവിയിൽ അതിന് സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ ലഭ്യമാണ്. അതേസമയം ഇറാൻ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുകയാണ്. അമേരിക്കൻ കരസേന ഇറങ്ങുകയാണെങ്കിൽ അതിന് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാന്റെ സൈനിക കമാൻഡർ പലവട്ടം ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ ഒരു നിർണായകമായ മാറ്റം സംഭവിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. വ്യോമ ആക്രമണങ്ങളും മിസൈൽ പ്രയോഗങ്ങൾക്കും അപ്പുറം കരയിലൂടെയുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്നത് ഏറ്റവും അപകടകരമായ ഘട്ടമാണ്. അത് കൂടുതൽ മനുഷ്യനാശത്തിനും ദീർഘകാല യുദ്ധത്തിനും വഴിവെക്കും. 82ാമത് എയർബോൺ പോലുള്ള സേനകളുടെ വിന്യാസം ഈ സാധ്യതകൾ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ്. അതേസമയം അമേരിക്കൻ ഭരണകൂടം ഇപ്പോഴും നയതന്ത്ര സാധ്യതകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. സൈനിക നീക്കങ്ങൾ അതിനോട് വിരുദ്ധമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പും സമാധാന ചർച്ചകളും ഒരേ സമയം മുന്നോട്ടു പോകുന്ന ഈ വിരുദ്ധ ദിശകൾ സംഘർഷത്തിന്റെ അനിശ്ചിതത്വം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. ഇറാന്റെ പ്രതികരണവും ഇതേ രീതിയിലാണ്. വാക്കുകളിൽ മുന്നറിയിപ്പ്, ദൃശ്യങ്ങളുടെ ശക്തി പ്രദർശനം. എന്തായാലും അടുത്തു വരൂ എന്ന ഒരു വാചകം മാത്രം ഉപയോഗിച്ചാൽ അവർ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. യുദ്ധം കരയിലേക്ക് നീങ്ങിയാൽ അത് നിയന്ത്രിക്കാനാകാത്ത രീതിയിൽ വ്യാപിക്കാം. ഈ മാനസിക സമ്മർദ്ദവും സൈനിക സജ്ജീകരണവും ചേർന്നപ്പോൾ ഇരുപക്ഷവും നിർണായകമായ അതിർത്തിക്കരികിൽ എത്തിച്ചേരുകയാണ്.